ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വാൽവുകൾ എങ്ങനെ അഴിച്ചു മാറ്റാം, അതുപോലെ എങ്ങനെ കൂട്ടിച്ചേർക്കാം എന്ന് നോക്കാം. ലക്ഷ്യങ്ങൾ. ഇതിന്റെ അവസാനം നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. കോയിൽ നീക്കം ചെയ്യാൻ വേണ്ടി നട്ട് നീക്കം ചെയ്യുക. കോർ/മെറ്റൽ പ്ലേറ്റ് നീക്കം ചെയ്യുക. വാൽവ് നീക്കം ചെയ്യുക. പോറലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. വൃത്തിയാക്കി വീണ്ടും കൂട്ടിച്ചേർക്കുക. സോളിനോയിഡ് മൂല്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. വൈദ്യുതമായി ഊർജ്ജസ്വലമാകുമ്പോഴോ ഊർജ്ജസ്വലത കുറയുകയോ ഒന്നുകിൽ അടച്ചുപൂട്ടുകയോ ദ്രാവക പ്രവാഹം അനുവദിക്കുകയോ ചെയ്യുന്ന നിയന്ത്രണ യൂണിറ്റുകളാണ് സോളിനോയിഡ് വാൽവുകൾ. ആക്ച്വേറ്റർ ഒരു ഇലക്ട്രോമാഗ്നറ്റിന്റെ രൂപമെടുക്കുന്നു. ഊർജ്ജസ്വലമാകുമ്പോൾ ഒരു കാന്തികക്ഷേത്രം രൂപപ്പെടുന്നു. ഇത് ഒരു നീരുറവയുടെ പ്രവർത്തനത്തിനെതിരെ ഒരു പ്ലഞ്ചർ അല്ലെങ്കിൽ പീഗേറ്റഡ് ആർമേച്ചർ വലിക്കുന്നു. നേരിട്ടുള്ള സോളിനോയിഡ് വാൽവുകൾ. ഒരു സോളിനോയിഡും ഒരു വാൽവ് ബോഡിയും അഥവാ ജി ഒരു സോളിനോയിഡ് വാൽവിന്റെ രണ്ട് പ്രാഥമിക ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്ലഞ്ചർ അഥവാ എ എന്നറിയപ്പെടുന്ന ഒരു ഇരുമ്പ് കോർ ഒരു സോളിനോയിഡിന്റെ മധ്യഭാഗത്ത് വൈദ്യുതകാന്തികമായി ഇൻഡക്റ്റീവ് കോയിലിനെ അഥവാ എ ചുറ്റുന്നു. വിശ്രമിക്കുമ്പോൾ ഇത് സാധാരണയായി തുറന്നിരിക്കാം അഥവാ NO, അല്ലെങ്കിൽ സാധാരണയായി അടച്ചിരിക്കാം അഥവാ NC. സാധാരണയായി അടഞ്ഞ വാൽവ് അടയ്ക്കുകയും സാധാരണയായി തുറന്ന വാൽവ് ഡി എനർജീഡ് അവസ്ഥയിൽ തുറക്കുകയും ചെയ്യുന്നു. സോളിനോയിഡിന്റെ കോയിൽ ഊർജ്ജസ്വലമാവുകയും അതിലൂടെ വൈദ്യുത പ്രവാഹം നടക്കുമ്പോൾ ഒരു മാഗ്നറ്റിക് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് പ്ലഞ്ചറിനെ ചലിപ്പിക്കുകയും അവയ്ക്കിടയിൽ ഒരു മാഗ്നറ്റിക് ആകർഷണം സൃഷ്ടിച്ച് സ്പ്രിംഗ് അഥവാ ഡി ശക്തിയെ മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നു. വാൽവ് സാധാരണയായി അടച്ചിട്ടുണ്ടെങ്കിൽ പ്ലഞ്ചർ ഉയർത്തുന്നത് സീൽ അഥവാ എഫ് ഓറിഫീസ് തുറക്കുകയും മീഡിയ ഒഴുകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. സോളിനോയിഡ് വാൽവിന്റെ മാഗ്നറ്റിക് ശക്തിയും ഓറിഫൈസ് വ്യാസവും പരമാവധി പ്രവർത്തനമർദ്ദത്തിലും ഒഴുക്ക് നിരക്കിലും നേരിട്ട് സ്വാധീനം ചെലുത്തുന്നു. തൽഫലമായി താരതമ്യേന കുറഞ്ഞ ഒഴുക്ക് നിരക്കിനായി നേരിട്ട് പ്രവർത്തിക്കുന്ന സോളിനോയിഡ് വാൽവ് സാധാരണയായി ഉപയോഗിക്കുന്നു. നേരിട്ടുള്ള ഓപ്പറേറ്റഡ് സോളിനോയിഡ് വാൽവുകൾ 0 ബാറിൽ നിന്ന് പരമാവധി അനുവദനീയമായ മർദ്ദത്തിലേക്ക് ഉപയോഗിക്കാം. കാരണം അവയ്ക്ക് മിനിമം ഓപ്പറേറ്റിംഗ് മർദ്ദമോ മർദ്ദവ്യത്യാസ ആവശ്യകതകളോ ഇല്ല. പരോക്ഷമായ സോളിനോയിഡ് വാൽവുകൾ. വാൽവിന്റെ ഇൻപുട്ട് ഔട്ട്ലെറ്റ് പോർട്ടുകൾക്ക് മുകളിലുള്ള മാധ്യമത്തിന്റെ മർദ്ദവ്യത്യാസം പരോക്ഷമായി പ്രവർത്തിക്കുന്ന സോളിനോയിഡ് വാൽവുകൾ ഉപയോഗിക്കുന്നു. ഇത് സെർവോ ഓപ്പറേറ്റഡ് അല്ലെങ്കിൽ പൈലറ്റ് ഓപ്പറേറ്റഡ് വാൽവുകൾ എന്നും അറിയപ്പെടുന്നു. തൽഫലമായി അവയ്ക്ക് സാധാരണയായി 0.5 ബാർ മിനിമം മർദ്ദവ്യത്യാസം ആവശ്യമാണ്. ഒരു റബ്ബർ മെംബ്രെയിന്റെ മറ്റൊരു പേരായ ഒരു ഡയഫ്രം ഇൻലെറ്റിനെയും ഔട്ട്പുട്ട് പോർട്ടുകളെയും വേർതിരിക്കുന്നു. മെംബ്രെയിനിലെ ഒരു ചെറിയ ദ്വാരം മാധ്യമത്തെ പ്രവേശന കവാടത്തിൽ നിന്ന് മുകളിലെ കമ്പാർട്ട്മെന്റിലേക്ക് കടന്നുപോകാൻ അനുവദിക്കുന്നു. ഇൻലെറ്റ് മർദ്ദവും അഥവാ മെംബ്രെയിനു മുകളിൽ പിന്തുണയ്ക്കുന്ന വസന്തവും ഉള്ളിടത്തോളം സാധാരണയായി അടഞ്ഞ പരോക്ഷമായി പ്രവർത്തിക്കുന്ന സോളിനോയിഡ് വാൽവ് അടഞ്ഞിരിക്കും. ഒരു ഇടുങ്ങിയ പാത താഴ്ന്ന മർദ്ദ തുറമുഖത്തെ മെംബ്രെയിനു മുകളിലുള്ള ചേംബറുമായി ബന്ധിപ്പിക്കുന്നു. വാൽവ് അടയ്ക്കുമ്പോൾ പ്ലഞ്ചറും വാൽവ് സീലും ഈ കണക്ഷൻ നിയന്ത്രിക്കുന്നു. ഈ പൈലറ്റ് ഓറിഫീസിന് മെംബ്രെയിൻ ദ്വാരത്തിന്റെ വ്യാസത്തേക്കാൾ വലിയ വ്യാസമുണ്ട്. സോളിനോയിഡ് സജീവമാകുമ്പോൾ പൈലറ്റ് ഓറിഫൈസ് തുറക്കുന്നു. ഇത് മെംബ്രെയിനു മുകളിലുള്ള മർദ്ദം കുറയ്ക്കുന്നു. മെംബ്രെയിന്റെ ഓരോ വശത്തുള്ള മർദ്ദവ്യത്യാസത്തിന്റെ ഫലമായി മെംബ്രെയിൻ ഉയർത്തപ്പെടും. ഇത് ഇൻലെറ്റ് പോർട്ടിൽ നിന്ന് ഔട്ട്പുട്ട് പോർട്ടിലേക്കും മാധ്യമം ഒഴുകാൻ അനുവദിക്കുന്നു. സമാന ഭാഗങ്ങൾ സാധാരണയായി തുറന്ന വാൽവ് ഉണ്ടാക്കുന്നു. ഇത് വിപരീത രീതിയിൽ പ്രവർത്തിക്കുന്നു. സെമി ഡയറക്റ്റ് സോളിനോയിഡ് മൂല്യങ്ങൾ. പരോക്ഷവും നേരിട്ടുള്ളതുമായ വാൽവ് സവിശേഷതകൾ സെമി ഡയറക്റ്റ് ആക്ടിംഗ് സോളിനോയിഡ് വാൽവുകളിൽ സംയോജിപ്പിക്കുന്നു. ഇക്കാരണത്താൽ ഉയർന്ന ഒഴുക്ക് നിരക്കുള്ളപ്പോൾ അവയ്ക്ക് 0 ബാറിൽ പ്രവർത്തിക്കാൻ കഴിയും. ഇരുവശത്തും ഒരു ചെറിയ ദ്വാരവും മർദ്ദ അറകളുമുള്ള ചലിക്കുന്ന മെംബ്രെയിൻ അവയ്ക്കുണ്ട്. അവ കാഴ്ചയിൽ പരോക്ഷ വാൽവുകളോട് സാമ്യമുള്ളതാണ്. സോളിനോയിഡ് പ്ലഞ്ചർ മെംബ്രെയിനുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അതാണ് വ്യത്യാസം. പ്ലഞ്ചർ ഉയർത്തുമ്പോൾ മെംബ്രെയിൻ നേരിട്ട് ഉയർത്തുകയും വാൽവ് തുറക്കുകയും ചെയ്യുന്നു. ആദ്യ ഓറിഫീസിനേക്കാൾ അല്പം വലിയ വ്യാസമുള്ള മെംബ്രെയിനിലെ രണ്ടാമത്തെ ദ്വാരം തുറക്കാൻ പ്ലഞ്ചർ ഒരേ സമയം കാരണമാകുന്നു. തൽഫലമായി സ്തരത്തിനു മുകളിലുള്ള ചേംബറിൽ മർദ്ദം കുറയുന്നു. തൽഫലമായി മർദ്ദവ്യത്യാസവും പ്ലഞ്ചറും ഉപയോഗിച്ച് മെംബ്രെയിൻ ഉയർത്തുന്നു.
ഈ സംയോജനം ന്യായമായും ഉയർന്ന ഒഴുക്ക് നിരക്ക് കൈകാര്യം ചെയ്യാനും 0 ബാറിൽ പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു വാൽവ് ഉൽപ്പാദിപ്പിക്കുന്നു. സെമി ഡയറക്റ്റ് ഓപ്പറേറ്റഡ് വാൽവുകളിൽ പലപ്പോഴും പരോക്ഷമായി പ്രവർത്തിക്കുന്ന വാൽവുകളേക്കാൾ കൂടുതൽ ശക്തിയുള്ള കോയിലുകളുണ്ട്. അസിസ്റ്റഡ് ലിഫ്റ്റ് സോളിനോയിഡ് വാൽവുകൾ സെമി ഡയറക്റ്റ് ഓപ്പറേറ്റഡ് വാൽവുകളുടെ മറ്റൊരു പേരാണ്. സോളിനോയിഡ് വാൽവിന്റെ തെരഞ്ഞെടുപ്പ്. ഒരു സോളിനോയിഡ് വാൽവ് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആപ്ലിക്കേഷനെക്കുറിച്ച് സമഗ്രമായ ധാരണ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ടൈപ്പ്. നിങ്ങളുടെ പ്രയോഗത്തിന് 2 വേ അല്ലെങ്കിൽ 3 വേ സോളിനോയിഡ് വാൽവ് ആവശ്യമാണോ എന്ന് ഉറപ്പാക്കുക. ഇൻപുട്ട് വോൾട്ടേജ്. വൈദ്യുതി വിതരണത്തിന്റെ ലഭ്യതയെ ആശ്രയിച്ച് ആൾട്ടർനേറ്റ് ഡയറക്ടർ പവർ സപ്ലൈകളിൽ സോളിനോയിഡ് വാൽവുകൾ കണ്ടെത്താം. 2. വാൽവ് ഫംഗ്ഷൻ. പ്രവർത്തന സമയ കാലയളവിനെ ആശ്രയിച്ച് സാധാരണയായി തുറന്നതോ സാധാരണയായി അടച്ചതോ ആയ വാൽവ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. മിക്ക സോളിനോയിഡ് വാൽവുകളും സാധാരണയായി ഉപയോഗത്തിലില്ലാത്തപ്പോൾ അടച്ചിരിക്കും. വാൽവിന്റെ തുറക്കൽ സമയം അതിന്റെ അടച്ചുപൂട്ടൽ സമയത്തേക്കാൾ കൂടുതലാണെങ്കിൽ സാധാരണയായി തുറന്ന വാൽവ് ശുപാർശ ചെയ്യുന്നു. 3. സമ്മർദ്ദം. നിങ്ങളുടെ പ്രയോഗത്തിനായി സാധ്യമായ ഏറ്റവും ഉയർന്ന മർദ്ദത്തെ പ്രതിരോധിക്കാൻ വാൽവിന് കഴിയണം. കുറഞ്ഞ മർദ്ദവും ശ്രദ്ധിക്കണം, കാരണം ഉയർന്ന മർദ്ദവ്യത്യാസം വാൽവ് പരാജയത്തിലേക്ക് നയിച്ചേക്കാം. ഓപ്പറേഷൻ ടൈപ്പ്. നിങ്ങളുടെ ആപ്ലിക്കേഷന് ആവശ്യമായ പ്രവർത്തന തരം നിർണ്ണയിക്കുക. ഇതിന് നേരിട്ടുള്ളതോ പരോക്ഷമായതോ അർദ്ധ നേരിട്ടുള്ളതോ ആയ സോളിനോയിഡ് വാൽവ് ആവശ്യമാണ്. സീൽ മെറ്റീരിയൽ. സീൽ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുമ്പോൾ മാധ്യമങ്ങളുടെ രസതന്ത്രവും താപനിലയും കണക്കിലെടുക്കണം. NBR അഥവാ നൈട്രൽ ബ്യൂട്ടാഡിൻ റബ്ബർ, EPDM എഥിലീൻ പ്രോപ്പിലീൻ ഡൈമോണാമർ, FKM ഫ്ലൂറിഡ് കൗച്ചുക് മെറ്റീരിയൽ അഥവാ വിറ്റൺ, PTEF പെട്രോളിക് ഫ്യൂറോ എഥിലിൻ ടെഫ്ലോൺ എന്നിവയാണ് സാധാരണ ചോയ്സുകൾ. സീൽ മെറ്റീരിയലുകളുടെ രാസപ്രതിരോധത്തെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് ദ്രുതഗതിയിൽ പ്രവേശിക്കുന്നതിന് നിങ്ങളുടെ സോളിനോയിഡ് വാൽവിനായി ഉചിതമായ സീൽ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുക. ഹൗസിംഗ് മെറ്റീരിയൽ. മാധ്യമങ്ങളുടെ രാസഘടന, താപനില, പരിസ്ഥിതി എന്നിവയെ അടിസ്ഥാനമാക്കി വാൽവ് ഭവനത്തിനുള്ള മെറ്റീരിയൽ തിരഞ്ഞെടുക്കുക. സാധാരണയായി നിഷ്പക്ഷ മാധ്യമങ്ങൾക്കായി പിച്ചള ഉപയോഗിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ രാസതാപനില, മർദ്ദപ്രതിരോധം എന്നിവ നല്ലതാണ്. അവ ചെലവ് കുറഞ്ഞതിനാൽ PVCയും പോളി അമൈഡും പതിവായി ഉപയോഗിക്കുന്നു. ആപ്ലിക്കേഷനുകൾ. 1. റെഫ്രിജറന്റ് ഒഴുക്കിന്റെ ദിശ മാറ്റാൻ ശീതീകരണ സംവിധാനങ്ങളിൽ സോളിനോയിഡ് വാൽവുകൾ ഉപയോഗിക്കുന്നു. ശൈത്യകാലത്ത് ചൂടാക്കാനും വേനൽക്കാലത്ത് തണുപ്പിക്കാനും ഇത് സഹായിക്കുന്നു. 2. ജലസേചന സംവിധാനങ്ങളിൽ ഓട്ടോമേഷൻ നിയന്ത്രിത സോളിനോയിഡ് വാൽവുകൾ ഉപയോഗിക്കുന്നു. 3. വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ വാഷിംഗ് മെഷീനുകളിലും ഡിഷ് വാഷറുകളിലും സോളിനോയിഡ് വാൽവുകൾ ഉപയോഗിക്കുന്നു. വായുമർദ്ദം നിയന്ത്രിക്കാൻ എയർ കണ്ടീഷനിംഗ് സിസ്റ്റങ്ങളിൽ സോളിനോയിഡ് വാൽവുകൾ ഉപയോഗിക്കുന്നു. ഡോർ ലോക്കുകൾക്കായുള്ള ഓട്ടോമാറ്റിക് ലോക്കിംഗ് സിസ്റ്റങ്ങളിൽ സോളിനോയിഡ് വാൽവുകൾ ഉപയോഗിക്കുന്നു. 6. മെഡിക്കൽ, ഡെന്റൽ ഉപകരണങ്ങളിലെ സോളിനോയിഡ് വാൽവുകളാണ് ദ്രാവകത്തിന്റെ ഒഴുക്ക്, ദിശ, മർദ്ദം എന്നിവ നിയന്ത്രിക്കുന്നത്. ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് വാട്ടർ ടാങ്കുകളിലെ ഫ്ലോട്ട് സ്വിച്ചുകളുമായി ചേർന്ന് സോളിനോയിഡ് വാൽവുകൾ പതിവായി ഉപയോഗിക്കുന്നു. കാർ വാഷുകളിലെ വെള്ളത്തിന്റെയും സോപ്പിന്റെയും ഒഴുക്ക് നിയന്ത്രിക്കുക. വ്യാവസായിക ശുചീകരണത്തിനുള്ള ഉപകരണങ്ങൾ. പ്രായോഗികതയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ടാസ്ക് 1. നിങ്ങൾക്കെപ്പോഴെങ്കിലും 2P025-08 സോളിനോയിഡ് വാൽവ് വേർപെടുത്തേണ്ടതുണ്ടെങ്കിൽ ഇതാ ഘട്ടം ഘട്ടമായുള്ള ചിത്രങ്ങൾ. സ്റ്റെപ്പ് 1. കൂട്ടിച്ചേർത്ത വാൽവ് ഇപ്രകാരം കാണപ്പെടുന്നു. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വാൽവ് യഥാർത്ഥത്തിൽ 2 പ്രധാന ഘടകങ്ങളാണ് എന്നതാണ്: കോയിലും വാൽവ് മെക്കാനിസവും. വാൽവ് തന്നെ ജലവിതരണവുമായി ബന്ധിപ്പിച്ചിരിക്കുമ്പോഴും സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴും നിങ്ങൾക്ക് കോയിൽ നീക്കം ചെയ്യാൻ കഴിയും. കോയിൽ നീക്കം ചെയ്യുന്നത് തന്നെ വെള്ളം ഒഴുകാൻ കാരണമാകില്ല, വാൽവിൽ വെള്ളം ചേരാൻ കാരണമാകില്ല. സ്റ്റെപ്പ് 2. കോയിൽ നീക്കം ചെയ്യാൻ മുകൾ നട്ട് നീക്കം ചെയ്യുക. ഇനി പറയുന്ന ഘട്ടങ്ങൾ വാൽവ് തന്നെ വേർതിരിച്ചെടുക്കുന്നു. ഇതിനായി നിങ്ങൾക്ക് വെള്ളം ഓഫാക്കേണ്ടതുണ്ട്. എന്നിട്ടും നിങ്ങൾ വാൽവ് വേർപെടുത്തുമ്പോൾ സിസ്റ്റത്തിൽ നിന്ന് നേരിയ അളവിൽ വെള്ളം ലഭിക്കും. സ്റ്റെപ്പ് 3. ഇവിടെ മെറ്റൽ പ്ലേറ്റ് പിടിപ്പിച്ചിരിക്കുന്ന 2 സ്ക്രൂകൾ ശ്രദ്ധിക്കുക. വാൽവ് വേർതിരിച്ചെടുക്കാൻ നമ്മൾ ഇവ നീക്കം ചെയ്യും.
സ്റ്റെപ്പ് 4. ഇപ്പോൾ 2 സ്ക്രൂകൾ നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 5. ഇപ്പോൾ മെറ്റൽ പ്ലേറ്റ് നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 6. ഇപ്പോൾ ഒരു വളഞ്ഞ ചലനത്തിലൂടെ വാൽവ് തണ്ട് പിടിച്ച് മുകളിലേക്ക് വലിക്കുക. തണ്ടുള്ള വാൽവ് നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 7. ഇപ്പോൾ തണ്ട് തനിയെ വേർതിരിച്ചെടുക്കാനും അഥവാ വൃത്തിയാക്കാനും കഴിയും. ഫ്ലഞ്ചർ അഥവാ സ്പ്രിങ്ങിനോടൊപ്പം തണ്ടിൽ നിന്ന് വീഴണമെന്ന് ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 8. പ്ലഞ്ചറിന്റെ തണ്ടിനുള്ളിലും ഉപരിതലത്തിലും നിരീക്ഷിക്കുക. വിദേശ വസ്തുക്കളുടെ ഏതെങ്കിലും അംശം വൃത്തിയാക്കുകയും ചെയ്യുക. ടാസ്ക് 2. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും A371RU-ZZNO AC220 വോൾട്ട് വാട്ടർ/എയർ സോളിനോയിഡ് വാൽവ് വേർപെടുത്തേണ്ടതുണ്ടെങ്കിൽ ഇതാ ഘട്ടം ഘട്ടമായുള്ള ചിത്രങ്ങൾ. സ്റ്റെപ്പ് 1. വാട്ടർ സോളിനോയിഡ് വാൽവിന്റെ പ്രധാന വാൽവിലെ മുൻവശത്തെയും പിന്നിലെയും ഗേറ്റ് വാൽവുകൾ അടയ്ക്കണം. സ്റ്റെപ്പ് 2. വാട്ടർ സോളിനോയിഡ് വാൽവുകളിലെ മർദ്ദം പുറത്തുവിടാൻ പ്രധാന വാൽവിലെ അടപ്പ് പൈപ്പ് ജംഗ്ഷൻ സ്ക്രൂ അയവ് വരുത്തുക. സ്റ്റെപ്പ് 3. കൺട്രോൾ പൈപ്പ് ലൈനിലെ ചെമ്പ് ട്യൂബുകളിൽ പുറമേയുള്ള വാട്ടർ സോളിനോയിഡ് വാൽവിൽ നിന്ന് എല്ലാ സ്ക്രൂകളും നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 4. ബോണറ്റ് നീക്കം ചെയ്ത് സ്പ്രിംഗ് പുറത്തെടുക്കുക. സ്റ്റെപ്പ് 5. പിസ്റ്റൺ, ഡയഫ്രം, ഷാഫ്റ്റ് കോർ മുതലായവ പുറത്തെടുക്കുക. ഡയഫ്രം പരിക്ക് ഒഴിവാക്കണം. സ്റ്റെപ്പ് 6. മേൽപ്പറഞ്ഞ കഷ്ണങ്ങൾ നീക്കം ചെയ്ത ശേഷം ഡയഫ്രം, ഓറിംഗ് എന്നിവയ്ക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. കേടുപാടുകൾ ഇല്ലെങ്കിൽ ആന്തരിക ഘടകങ്ങൾ വേർതിരിക്കുന്നത് ദയവായി അവസാനിപ്പിക്കുക. സ്റ്റെപ്പ് 7. ഷാഫ്റ്റ് കോർ, പ്രൈമറി വാൽവ് സീറ്റ് എന്നിവയ്ക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ എന്ന് സൂക്ഷ്മമായി നോക്കുക. വാട്ടർ സോളിനോയിഡ് വാൽവിന്റെ പ്രധാന വാൽവ് ഉള്ളിൽ എന്തെങ്കിലും അധിക മാലിന്യമുണ്ടെങ്കിൽ വൃത്തിയാക്കണം. സ്റ്റെപ്പ് 8. പ്രധാന വാൽവിലെ ഘടകങ്ങളും കഷ്ണങ്ങളും എതിർക്രമത്തിൽ മാറ്റിസ്ഥാപിക്കുക. നിങ്ങൾക്ക് വാട്ടർ സോളിനോയിഡ് വാൽവ് തടയാൻ കഴിയില്ലെന്ന് ദയവായി അറിഞ്ഞിരിക്കുക. ഈ വീഡിയോയിൽ സോളിനോയിഡ് വാൽവുകൾ, അവയുടെ തരങ്ങൾ, പ്രയോജനങ്ങൾ, വിവിധതരം സോളിനോയിഡ് വാൽവുകളുടെ സംയോജനവും വിഭജനവും എന്നിവ നമ്മൾ ചർച്ച ചെയ്തു. വീഡിയോ കണ്ടതിന് നന്ദി.